നമസ്തേ. ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ 4-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ശ്ലോകം നോക്കാം. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതാ വാരഭേ മഹിജധാരണാധികം. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. തൽ സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിം പ്ലസ് ഐ കഴിഞ്ഞ് സംബോധനാരൂപമുണ്ട്. വിശ്വനായക അവിടെയും സംബോധനാരൂപമുണ്ട്. ആശ്രിതാഹ പുനഃ പ്ലസ് അതഃ പരിച്യുതൗ പ്ലസ് ആരഭേമഹി ച ധാരണാധികം. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. തൽ സമാസ്വദന രൂപിണീം തത് സമാസ്വദന രൂപിണീം ത്വത് സമാധിം ത്വത് സമാധിം വിശ്വനായക വിശ്വനായക ധാരണാധികം ധാരണാ ആധികം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഐ വിശ്വനായക തൽ സമാസ്വദന രൂപിണീം സ്ഥിതിം ത്വത്സമാധിം ആശ്രിതാഹ. ഐ വിശ്വനായക സംബോധനയാണ്. വിശ്വത്തിൻ്റെ എല്ലാം നായകനായ ഹേ ജഗൽ പ്രഭു. തൽ സമാസ്വദന രൂപിണീം ശുദ്ധ ബ്രഹ്മത്തിൻ്റെ അനുഭവരൂപമായ സ്ഥിതിയായ അവസ്ഥാവിശേഷമാകുന്ന സ്ഥിതിയായ ത്വൽ സമാധിം ആശ്രിതാഹ അങ്ങയിൽ ഉറച്ച സമാധിയെ ആശ്രയിച്ചവരായി അതഃ ഞങ്ങൾ പരിച്യുതൗ അതിൽ നിന്ന്, അതായത് നിർവികൽപ്പ സമാധിയിൽ നിന്ന് പരിച്യുതൗ ച്യുതി വരുമ്പോൾ, ഭ്രംശം വരുമ്പോൾ, പുനഃ വീണ്ടും, ധാരണാധികം ച ധാരണാദികളെ, ആരഭേമഹി ആരംഭിച്ചുകൊള്ളാം. ധാരണ തുടങ്ങിയവയെ അഷ്ടാംഗയോഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. ആ ധാരണ തുടങ്ങിയവയെ ആരംഭിച്ചു കൊള്ളാം. ആരഭേമഹി ച. ശരീരം ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വിധേയമാണ്. ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിച്ചിട്ടേ ഉള്ളൂ, ഇവിടെ നശിപ്പിച്ചിട്ടില്ല. നിർവികൽപ്പ സമാധിയിലെത്തിയാലും വാസനാബലം കൊണ്ടും മായയുടെ പ്രേരണയാലും ച്യുതി വരാം. നിർവികൽപ്പ സമാധി ഭ്രംശത്തിന് 4 കാരണങ്ങൾ സംഭവിക്കാം. ലയം, വിക്ഷേപം, കഷായം, രസാസ്വാദം എന്നിങ്ങനെ 4 കാരണങ്ങൾ കൊണ്ട് ച്യുതി വരാം. ഇവിടെ ലയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിദ്ര. മനുഷ്യ ശരീരത്തിന് സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് സ്വഭാവസിദ്ധമാണ്. അഷ്ടാംഗ യോഗങ്ങളിൽ ധാരണ കഴിഞ്ഞാണ് ധ്യാനം ആരംഭിക്കുന്നതെങ്കിലും ധ്യാനാവസ്ഥയിലും ശരീരം പ്രവർത്തിച്ചു കൂടാന്ന് പറയാൻ പറ്റില്ല. ചേഷ്ടതകളെല്ലാം സ്വയം വെടിഞ്ഞ്, അതായത് നിശ്ചേഷ്ടാസ്ഥിതി സ്വയം നേടിയതിനാൽ ബാഹ്യപ്രേരണകൾ സാധകനെ കീഴ്പ്പെടുത്താൻ എളുപ്പമല്ല. നിദ്രയ്ക്ക് ധ്യാനാവസ്ഥയിൽ കടന്നു വരാൻ എളുപ്പമാണ്. ആയതിനാൽ ധ്യാനിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കാതിരിക്കുക. ബാഹ്യ ആഭ്യന്തര കാരണങ്ങൾ നേരത്തെ തന്നെ പ്രവർത്തനരഹിതമാകയാൽ ധ്യാനാവസ്ഥയിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരാം. അതാണ് ആദ്യത്തെ ലയം. അടുത്തത് വിക്ഷേപമാണ്. മറ്റൊരു തടസ്സം ഉള്ളിൽ അവശേഷിക്കുന്ന അജ്ഞാത ശക്തിയാണ്. എത്രയൊക്കെ ശക്തി നേടിയാലും മായയുടെ വിക്ഷേപ ശക്തി പരമാത്മാവിനെ മറയ്ക്കപ്പെടാം. ഞാനെന്ന ബോധം അപ്പോൾ ശക്തമാകും. തന്നിൽ നിന്ന് വേറിട്ട് ബ്രഹ്മചൈതന്യത്തെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ സകല രൂപം തെളിയും. അത് മനസ്സിൽ നിന്ന് മറയ്ക്കപ്പെടുകയും ചെയ്യാം. മറ്റു ദേവീദേവന്മാരുടെ രൂപങ്ങൾ, ഇഷ്ടമുള്ള വ്യക്തിയുടെ രൂപങ്ങൾ, സ്ഥലങ്ങൾ, ഈ മുഖങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു വരാം. അതിനെ വിക്ഷേപം എന്ന് പറയുന്നു. അടുത്തത് കഷായം, വിഷയവാസനയാണ്.
ഇങ്ങനെ മനസ്സ് ബ്രഹ്മത്തിൽ നിന്ന് വഴുതി രൂപസങ്കല്പത്തിലേക്കും ഇഷ്ടവസ്തുവിലേക്കും എത്തുമ്പോൾ ശരീരസങ്കല്പത്തിലും ഇഷ്ടവസ്തുവിലും മനസ്സ് ആലോചനയാൽ ആയെന്ന് വരാം. കാമം അപ്പോൾ ഉള്ളിൽ കടന്നു വരാം. അപ്പോൾ കാമക്രോധ ലോഭമോഹ മത മത്സര്യാദികൾ കൂടെ വരും. ആസനസ്ഥിതിയിൽ ശരീരമിരിക്കുമ്പോൾ മനോരാജ്യവികാരം കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നതിനെ കഷായം എന്ന് പറയുന്നു. ഇനി അടുത്താണ് രസാസ്വാദം. നമ്മളെ ഇത്രയൊക്കെ ഭ്രംശിക്കാതെ സവികൽപ്പ രൂപത്തിൽ മനസ്സ് ആനന്ദിക്കുന്നത് സമാധിയിലേക്ക് നയിക്കുമെങ്കിലും പിന്നോക്ക് പോകലാണ്, അതായത് സവികൽപ്പ സമാധിയിൽ നിന്ന് ധാരണയിലേക്കുള്ള പതനം. നമ്മൾ എത്രയൊക്കെ ഭ്രംശിക്കാതെ ഉപാസ്യ ദേവതയുടെ സവികൽപ്പ രൂപത്തിൽ മനസ്സ് ആനന്ദിക്കുന്നത് സമാധിയിലേക്ക് നയിക്കുന്നതാണ്. മെല്ലെ മെല്ലെ സമാധിയിലേക്ക് നമ്മൾ എത്തുമായിരിക്കും. എങ്കിലും ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറകോട്ടേക്ക് പോകാം, നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾക്കനുസരിച്ച്. അല്ലെങ്കിൽ സകല രൂപം വല്ലതും വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുറകോട്ട് പോയിട്ട് ധാരണയിലേക്ക് പോകാം. അങ്ങനെ സവികൽപ്പ സമാധിയിൽ നിന്ന് ധാരണയിലേക്ക് പതിയുന്നു. വീണ്ടും അഭ്യാസം കൊണ്ട് നമ്മൾ സവികൽപ്പ സമാധിയിലേക്ക് പോകുന്നു. ഇങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഇങ്ങനെ സംഭവിച്ചാലും നിർവികൽപ്പ സമാധിക്ക് ഭംഗം സംഭവിച്ചാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പ്രയത്നിക്കുക, ആരംഭിക്കുക. അതായത് വീണ്ടും നമ്മൾ നിർവികൽപ്പ സമാധിയിലെത്തി നമുക്ക് സകല രൂപങ്ങളിൽ തെളിഞ്ഞ് നമ്മൾ തിരിച്ച് ധാരണയിലേക്ക് വന്നാലും പതറരുത്. പുനഃ ധാരണാധികം ആരഭേമഹി, വീണ്ടും വീണ്ടും ധാരണയോടെ ആരംഭിച്ചു കൊള്ളാം എന്ന് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും വന്നാലും മനസ്സുറപ്പിച്ച് ധ്യാനത്തിലെത്തുന്നതിന് ആരോഗ്യസ്ഥിതി തന്നാൽ മതി എന്ന് ദശകം 4 ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ തവണ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ.